നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കേരള സർവകലാശാല വൈസ് ചാൻസലറെ പുറത്താക്കിയ രജിസ്ട്രാറെ തിരിച്ചെടുത്ത സിൻഡിക്കേറ്റ് യോഗം. സസ്പെൻഷൻ തുടരുമെന്ന് VC. യോഗം പിരിച്ചുവിട്ട ശേഷം എടുത്ത തീരുമാനത്തിന് സാധുതയില്ലെന്ന് VCയുടെ ചുമതല വഹിച്ച ഡോക്ടർ സിസ തോമസ്. സിൻഡിക്കേറ്റ് തീരുമാനത്തിന് പിന്നാലെ ചുമതലയേറ്റ ഡോക്ടർ KS അനിൽകുമാർ. നാളെ ഹൈക്കോടതിയുടെ തീരുമാനം നിർണായകം. നിപ ബാധിച്ച പാലക്കാട് സ്വദേശിനിയുടെ ആരോഗ്യനില ഗുരുതരം. 3 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ. നിപ ബാധിച്ച യുവതിയുടെ മകളുടെ ഫലം നെഗറ്റീവ്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തതിൽ ആശങ്ക. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ്. മകൾ നവമിയുടെ തുടർ ചികിത്സ ഏറ്റെടുക്കും. മക്കളിൽ ഒരാൾക്ക് ജോലി നൽകുമെന്ന് മന്ത്രി VN വാസവൻ. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളായിട്ടും അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നില്ല. അടഞ്ഞുകിടക്കുന്നത് ജീവനക്കാർ ഇല്ലാത്തതിനാൽ. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരണം 51ആയി. മരിച്ചവരിൽ 15 കുട്ടികളും. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. ദുബായ് നിരത്തുകളിൽ ഡ്രൈവറില്ലാത്ത വാഹനങ്ങൾ. സാങ്കേതികവിദ്യ യാഥാർത്ഥ്യമാക്കാൻ കരാറിൽ ഒപ്പുവെച്ച് ദുബായ് RTA-യും Pony.ai-യും. ഷാർജ എമിറേറ്റിലെ സുരക്ഷാ കാര്യങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തി താമസക്കാർ. കണക്കുകൾ വ്യക്തമാക്കുന്നത് ഷാർജ പോലീസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി സിൻഡിക്കേറ്റ് യോഗം. സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ലെന്നും സിൻഡിക്കേറ്റ് യോഗം താൻ പിരിച്ചുവിട്ടുവെന്നും താൽക്കാലിക ചുമതലയുള്ള VC സിസ തോമസ് പറഞ്ഞു. സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ ഗവർണറുടെ പരിപാടി റദ്ദാക്കി ഉത്തരവിറക്കിയതിനെ തുടർന്ന് VC രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് 16 അംഗ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക VC സിസ തോമസിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേർന്നത്. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി. യോഗത്തിൽ ഇടതംഗങ്ങൾ പ്രമേയം അവതരിപ്പിച്ചു. താൽക്കാലിക VCയുടെ എതിർപ്പ് മറികടന്നാണ് പ്രമേയം പാസാക്കിയത്. സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ലെന്ന് VC സിസ തോമസ് പ്രതികരിച്ചു. ആ വിഷയത്തിലോട്ട് നമ്മൾ അതൊരു സബ് ജുഡീസ് ഉള്ളത് കൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അപ്പം സസ്പെൻഷൻ ചെയ്ത പ്രൊസീഡിങ്സും VC കൊടുത്ത റിപ്പോർട്ടും ഇവയെല്ലാം തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവർ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് പ്രിപ്പയർ ചെയ്യും എന്നാണ് ധരിച്ചത്. അതായിരുന്നു അവരുടെ ആവശ്യവും. അവരുടെ ആവശ്യം വേറെ രീതിയിൽ പോവുകയും ഡിസ്കഷനിലോട്ട് പോവുകയും അത് നമ്മുടെ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, വിഷയം മാറ്റി നമ്മുടെ അജണ്ട ഐറ്റമിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവരത് നിരസിക്കുകയാണ് ചെയ്തത്. രജിസ്ട്രാറിനെതിരായി എടുത്ത നിയമവിരുദ്ധ നടപടി സിൻഡിക്കേറ്റ് തിരുത്തിയെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗം G മുരളീധരൻ പറഞ്ഞു. സസ്പെൻഷൻ റദ്ദാക്കിയെന്ന് കോടതിയെ അറിയിക്കും. പ്രമേയം വായിക്കുമ്പോൾ VC ഉണ്ടായിരുന്നുവെന്നും VC യോഗം അവസാനിപ്പിച്ച് ഇറങ്ങിയതല്ലെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു. അത് വായിച്ചപ്പോഴാണല്ലോ പറഞ്ഞത് ഈ തീരുമാനത്തോട് എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, മാഡം ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഡിസന്റ് രേഖപ്പെടുത്താനുള്ള റൈറ്റ് ഉണ്ട്. സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും നാടകീയ നീക്കം. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറായി ഡോക്ടർ KS അനിൽകുമാർ ചുമതല ഏറ്റെടുത്തു. വൈകുന്നേരം 4:30-ഓടെയാണ് ചുമതല ഏറ്റെടുത്തത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയതിന് പിന്നാലെയാണ് നടപടി. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് സസ്പെൻഷൻ റദ്ദ് ചെയ്തത്. VCയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന സിസ തോമസിന്റെ വിയോജിപ്പ് മറികടന്നാണ് ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങളും തീരുമാനമെടുത്തത്.
മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തി. ബിന്ദുവിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച മന്ത്രി ബിന്ദുവിന്റെ മകൾ നവമിയുടെ തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്ന് ഉറപ്പു നൽകി. ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്റേതു കൂടിയാണെന്നും മന്ത്രി പ്രതികരിച്ചു. ബിന്ദുവിന്റെ മക്കളിൽ ഒരാൾക്ക് സ്ഥിരജോലി നൽകുന്ന കാര്യത്തിൽ മന്ത്രിസഭാ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ അമൃത വാർത്തകളോട് പറഞ്ഞു. 7 മണിയോടെയാണ് ബിന്ദുവിൻ്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ, CPM പ്രാദേശിക നേതാക്കൾ എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ബിന്ദുവിൻ്റെ കുടുംബാംഗങ്ങളുമായി മന്ത്രി സംസാരിച്ചു. ബിന്ദുവിൻ്റെ മകൾ നവമിയുടെ തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്ന് ഉറപ്പു നൽകി. മുഖ്യമന്ത്രി തന്നെ സഹായത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത്യന്തം ദുഃഖകരമായ സംഭവമാണെന്നും ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം തൻ്റേതുമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബിന്ദുവിൻ്റെ മക്കളിൽ ഒരാൾക്ക് സ്ഥിരജോലി നൽകുമെന്ന് മന്ത്രി V.N. വാസവൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. ഇക്കാര്യം മന്ത്രിസഭായോഗം തീരുമാനിക്കും. എന്ത് ജോലി നൽകണമെന്ന കാര്യത്തിൽ ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ താൽപ്പര്യം കൂടി പരിഗണിക്കും. നവമിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എല്ലാം ഏർപ്പെടുത്തിയതായും V.N. വാസവൻ പറഞ്ഞു. കുട്ടിയുടെ ചികിത്സ പൂർണ്ണമായി സർക്കാർ ഏറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ അവിടെ പോയും പറഞ്ഞിരുന്നു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ചയോടുകൂടി അവർ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൗൺസിലിംഗിലാണല്ലോ ഇവിടെ നിന്ന് ഇന്നലെ തന്നെ വിട്ടിരുന്നു. അതേസമയം മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിഷേധങ്ങൾ തുടരും. നാളെ BJPയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിന് മുമ്പിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ പരിപാടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. UDFിലെ വിവിധ ഘടകകക്ഷികളുടെ നേതൃത്വത്തിലും വരും ദിവസങ്ങളിൽ സമരങ്ങൾ നടക്കും. അമൃത ന്യൂസ്, കോട്ടയം. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ അത്യാഹിത വാർഡ് പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ആരോഗ്യമന്ത്രി എത്തി ഉദ്ഘാടനം നിർവഹിച്ചിട്ട് 4 മാസങ്ങൾ പിന്നിട്ടെങ്കിലും മതിയായ ജീവനക്കാരില്ലാത്തതിനാൽ വാർഡ് ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ 1.10 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആധുനിക അത്യാഹിത വാർഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാസങ്ങൾ 4 പിന്നിടുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച വാർഡ് പക്ഷേ പ്രവർത്തനങ്ങൾക്കായി തുറന്നു നൽകിയിട്ടില്ല. 1 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം 8 മാസത്തിന് ശേഷമാണ് ഉദ്ഘാടനം ചെയ്തത്. മാർച്ചിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തുവെങ്കിലും ഇതുവരെ പ്രവർത്തനം തുടങ്ങിയില്ല. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഇല്ലാത്തതാണ് കാരണം. ജീവനക്കാരെ അനുവദിക്കാനായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർക്ക് കത്ത് നൽകിയതിനു പുറമെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. ദിവസേന 100 കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയുടെ പ്രധാന ആവശ്യമായിരുന്നു ആധുനിക നിലവാരത്തിലുള്ള അത്യാഹിത വാർഡ്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും വാർഡ് പ്രവർത്തനങ്ങൾക്കായി തുറന്നുകൊടുക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. നിപ ബാധിച്ച പാലക്കാട് സ്വദേശിനിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. യുവതി നിലവിൽ വെന്റിലേറ്ററിലാണ്. നിപ ബാധിച്ച യുവതിയുടെ മകളുടെ ഫലം നെഗറ്റീവാണ്. രോഗത്തിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തത് ആശങ്കയുണ്ടാക്കുന്നു. നിപ സമ്പർക്ക പട്ടികയിൽ നിലവിലാകെ 383 പേരുള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ നിപ ബാധിച്ച വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 241 പേർ നിരീക്ഷണത്തിലാണ്. പാലക്കാട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 142 പേരും നിരീക്ഷണത്തിലാണ്. ആകെ സമ്പർക്ക പട്ടികയിലുള്ളവരിൽ 94 പേർ കോഴിക്കോട് ജില്ലയിലും 2 പേർ എറണാകുളം ജില്ലയിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. അധികം വൈകാതെ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങളിൽ ദുബായ് നിരത്തുകളിലൂടെ യാത്ര ചെയ്യാം. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ഓട്ടോണോമസ് ഡ്രൈവിംഗ് സാങ്കേതിക വിദ്യയിൽ മുൻനിരക്കാരായ pony.ai ഇതിനായുള്ള കരാറിൽ ഒപ്പുവെച്ചു. പൊതുഗതാഗത സംവിധാനത്തിൽ 25% ഡ്രൈവറില്ലാ വാഹനങ്ങൾ എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മേധാവി മദർ അൽ തയ്യാർ പറഞ്ഞു. ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടം ഈ വർഷം തന്നെ ആരംഭിക്കും. ഇതിനായുള്ള കരാറിൽ ദുബായ് RTA-യും pony.ai കമ്പനിയും ഒപ്പുവെച്ചു. അടുത്ത വർഷം മുതൽ പൂർണ്ണമായും ഓട്ടോണമസ് സാങ്കേതിക വിദ്യയിലോടുന്ന വാഹനങ്ങൾ നിരത്തുകളിലെത്തുമെന്ന് ദുബായ് RTA വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ടൊയോട്ട, GAC, ബൈക്ക് എന്നീ വാഹന നിർമ്മാതാക്കളുമായി സഹകരിച്ചാണ് pony.ai ഡ്രൈവറില്ലാ സാങ്കേതിക വിദ്യയിലുള്ള വാഹനങ്ങൾ പുറത്തിറക്കുന്നത്. അത്യാധുനിക റഡാറുകൾ, ലിഡാറുകൾ, ക്യാമറകൾ എന്നിവ ഉൾക്കൊള്ളുന്ന സുരക്ഷാ സംവിധാനങ്ങളുള്ളവയാണ് ഡ്രൈവറില്ലാ വാഹനങ്ങൾ. ദുബായിലെ റോഡ് നെറ്റ്വർക്ക്, കാലാവസ്ഥ എന്നിവയുമായി യോജിക്കുന്നതാകും വാഹനങ്ങളെന്നും ദുബായ് RTA അറിയിച്ചു. pony.ai CFO ഡോക്ടർ ലിയോ വാങ്ങും ചടങ്ങിൽ സംബന്ധിച്ചു. അമൃത ന്യൂസ്, ദുബായ്. UAEയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഷാർജ എമിറേറ്റിലെ സുരക്ഷാ കാര്യങ്ങളിൽ ഭൂരിഭാഗം താമസക്കാരും തൃപ്തി രേഖപ്പെടുത്തിയതായി കണക്കുകൾ. താമസ ഇടങ്ങളിലെ സുരക്ഷ, രാത്രികാലങ്ങളിൽ പൊതുസ്ഥലങ്ങളിലെ സുരക്ഷിതത്വം എന്നീ കാര്യങ്ങളിൽ 99% ആളുകളും സംതൃപ്തരാണെന്ന് ഷാർജ പോലീസ് പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.
ഷാർജ എമിറേറ്റിലെ പോലീസ് വിഭാഗത്തിന്റെ പ്രവർത്തന മികവും വെല്ലുവിളികളെ നേരിടാനുള്ള കാര്യക്ഷമതയുമാണ് എമിറേറ്റിലെ താമസക്കാരുടെ സുരക്ഷിതത്വ ബോധം വ്യക്തമാക്കുന്നതെന്ന് ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അബ്ദുള്ള മുബാറക് ബിൻ അമർ പറഞ്ഞു. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ നേതൃമികവാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷാർജ എമിറേറ്റിലെ താമസക്കാരിൽ 99.7% പേരും സുരക്ഷിതത്വ കാര്യങ്ങളിൽ സംതൃപ്തരാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഷാർജ പോലീസ് സംവിധാനങ്ങളിൽ 99% പേരും വിശ്വാസം രേഖപ്പെടുത്തി. രാത്രി കാലങ്ങളിലെ സുരക്ഷിതത്വത്തിൽ 99.7% പേരും സംതൃപ്തരാണ്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുവാനുള്ള സുരക്ഷിതത്വ ബോധം 98.6% പേർക്കുമുണ്ട്. റോഡ് സുരക്ഷിതത്വത്തിൽ 98.9% പേരും തൃപ്തി രേഖപ്പെടുത്തിയെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പൊതുയിടങ്ങളിലെ സുരക്ഷ, വീടുകളുടെ സുരക്ഷ എന്നീ കാര്യങ്ങളിൽ 99%-ലേറെ പേരും സംതൃപ്തരാണ്. ഷാർജ ഭരണ നേതൃത്വത്തിനും പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും ഷാർജ പോലീസ് മേധാവി നന്ദി അറിയിച്ചു. നിയമങ്ങൾ പാലിക്കുന്നതിലും പോലീസിനോട് സഹകരിക്കുന്നതിലും ഷാർജയിലെ താമസക്കാർ കാണിക്കുന്ന ആത്മാർത്ഥതയെയും പോലീസ് മേധാവി പ്രശംസിച്ചു. അമൃത ന്യൂസ്, ഷാർജ. കുവൈറ്റിലെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി. പദ്ധതികളുടെ പുരോഗതി സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്പോൾ ലഭ്യമാക്കാനും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും ഏജൻസികളും നടത്തുന്ന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള അൽ സബാഹ് ആവശ്യപ്പെട്ടു. എല്ലാ വെല്ലുവിളികളെയും നേരിടാനും സർക്കാർ ഏജൻസികൾക്കിടയിലുള്ള നടപടിക്രമങ്ങൾ പരമാവധി കാര്യക്ഷമമാക്കാനും പദ്ധതികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാനും മന്ത്രിതല സമിതി മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങളെയും കാഴ്ചപ്പാടുകളെയും ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള അഭിനന്ദിച്ചു. മുബാറക് അൽ കബീർ തുറമുഖ പദ്ധതി ഉൾപ്പെടെയുള്ള ചില പദ്ധതികളുടെ ആദ്യഘട്ടം പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിലെ 591 തെരുവുകളുടെ പേര് അക്കങ്ങൾ ഉപയോഗിച്ച് പുനർനാമകരണം ചെയ്യാൻ തീരുമാനം. പേര് നൽകിയിരുന്ന റോഡുകളും പൊതുസ്ഥലങ്ങളും ഘട്ടം ഘട്ടമായി സംഖ്യാ ഐഡന്റിഫയറുകൾ ഉപയോഗിച്ച് ഏകീകൃതവും വ്യവസ്ഥാപിതവുമായ നാമകരണ സംവിധാനത്തിലേക്ക് മാറ്റുകയാണ് ലക്ഷ്യം. മുനിസിപ്പാലിറ്റിയുടെ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ മനൽ അൽ അസ്ഫോർ അധ്യക്ഷത വഹിച്ച കുവൈറ്റ് നാമകരണ കമ്മിറ്റി യോഗത്തിൽ സംരംഭത്തിന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു. 591 തെരുവുകൾക്ക് സംഖ്യാ ലേബലുകൾ നൽകാനും 3 പ്രധാന തെരുവുകൾക്ക് അറബ് തലസ്ഥാനങ്ങളുടെയോ നഗരങ്ങളുടെയോ പേര് നൽകാനും കമ്മിറ്റി തീരുമാനിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 51ആയി. മരിച്ചവരിൽ 15 കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. 850 പേരെ രക്ഷപ്പെടുത്തി. ടെക്സസിലെ കനത്ത മഴയിൽ ഗ്വാഡലൂപ്പെ നദിയിൽ 45 മിനിറ്റിനുള്ളിൽ ജലനിരപ്പ് 26 അടിയായി ഉയർന്നതോടെയാണ് പ്രളയമുണ്ടായത്. കാണാതായവർക്കായി ഹെലികോപ്റ്ററുകളടക്കം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഭിന്നത രൂക്ഷമായതിനു പിന്നാലെ US-ൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് ടെസ്ല മേധാവി ഇലോൺ മസ്ക്. അമേരിക്ക പാർട്ടി എന്നാണ് രാഷ്ട്രീയ പാർട്ടിക്ക് പേരിട്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകാനാണ് പുതിയ പാർട്ടിയെന്ന് ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചു. US പ്രസിഡന്റ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ സെനറ്റിൽ വൈസ് പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ടോടെ പാസ്സായതിനു പിന്നാലെയാണ് ഇലോൺ മസ്ക് US രാഷ്ട്രീയത്തിൽ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ ബിൽ സെനറ്റിൽ പാസ്സാക്കിയാൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികൾക്ക് പകരമായി താൻ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് മസ്ക് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. പാർട്ടി രൂപീകരണത്തിന് പിന്നാലെ ഉദ്ഘാടന സമ്മേളനം എവിടെ വെച്ച് നടത്തണമെന്ന കാര്യത്തിൽ അഭിപ്രായ സർവേയുമായി എത്തിയിരിക്കുകയാണ് മസ്ക്. എക്സിലാണ് അമേരിക്കൻ പാർട്ടി കോൺഗ്രസ് എവിടെ വേണം, എപ്പോഴായിരിക്കണമെന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും മസ്ക് അഭിപ്രായ സർവേ നടത്തിയിരുന്നു. ധൂർത്തും അഴിമതിയും കൊണ്ട് രാജ്യത്തെ പാപ്പരാക്കുന്ന ഒരു ഏകകക്ഷി ഭരണ സംവിധാനത്തിലാണ് ജീവിക്കുന്നതെന്നും ജനാധിപത്യത്തിലല്ലെന്നും മസ്ക് വിമർശിച്ചിരുന്നു. ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന്റെ പേരിൽ ട്രംപുമായി തെറ്റിപ്പിരിഞ്ഞ മസ്ക് ട്രംപിനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മസ്കിന് തന്റെ ജന്മസ്ഥലമായ ആഫ്രിക്കയിലേക്ക് തിരികെ പോകേണ്ടി വരുമെന്ന് ട്രംപും തിരിച്ചടിച്ചിരുന്നു. സ്വന്തം പാർട്ടി രൂപീകരിച്ച് ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ചാലും ജന്മം കൊണ്ട് അമേരിക്കൻ പൗരനല്ലാത്തതിനാൽ മസ്കിന് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇസ്രയേലുമായുള്ള സംഘർഷം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഷിയ മുസ്ലിങ്ങളുടെ പ്രധാന ദിവസമായ ഇമാം ഹുസൈന്റെ രക്തസാക്ഷിത്വ വാർഷികവുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് ഖമേനി പങ്കെടുത്തത്. ജൂൺ 13-ന് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിന് ശേഷം ഖമേനി പൊതുവേദികളിൽ എത്തിയിരുന്നില്ല. സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഖമേനിയും കുടുംബവും ഭൂഗർഭ ബങ്കറിൽ അഭയം പ്രാപിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഖത്തറിലെ US വ്യോമതാവളം ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഖമേനി വീഡിയോ സന്ദേശവും പുറത്തുവിട്ടിരുന്നു.
ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയ്ക്ക് ജന്മദിന ആശംസകളുമായി ലോകം. ധർമ്മശാലയിലെ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും രാജീവ് രഞ്ജൻ സിംഗും ആഘോഷങ്ങളിൽ പങ്കെടുത്തു. നവതിയുടെ നിറവിലാണ് ടിബറ്റൻ സന്യാസി സമൂഹത്തിന്റെ ആത്മീയ രാഷ്ട്രീയ ആചാര്യൻ ദലൈലാമ. ധർമ്മശാലയിൽ ആഘോഷങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ദലൈലാമ വിശ്വാസികളെ അഭിസംബോധന ചെയ്തു. 130 വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനുശേഷമാവും പിന്തുടർച്ചാവകാശിയെ പ്രഖ്യാപിക്കുകയെന്നും ദലൈലാമ വ്യക്തമാക്കി. പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾ ദക്ഷിണേന്ത്യൻ ഭൗമരാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനിടെയാണ് ദലൈലാമയ്ക്ക് 90 വയസ്സ് പൂർത്തിയാകുന്നത്. ഇന്ത്യയുടെയും ടിബറ്റിന്റെയും ദേശീയ ഗാനങ്ങൾ മുഴങ്ങിയ അന്തരീക്ഷത്തിൽ ടിബറ്റൻ പതാക ഉയർത്തിയതോടെയാണ് ദലൈലാമയുടെ ജന്മദിനാഘോഷത്തിന് തുടക്കമായത്. കനത്ത മഴയും മൂടൽമഞ്ഞും അവഗണിച്ചാണ് ഹിമാചൽ മലനിരയായ ധർമ്മശാലയിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയത്. സ്നേഹം, കാരുണ്യം, ക്ഷമ, ധാർമ്മിക അച്ചടക്കം എന്നിവയുടെ ശാശ്വത പ്രതീകമാണ് ദലൈലാമയെന്നും കോടിക്കണക്കിന് ജനങ്ങൾക്ക് അദ്ദേഹം പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. നവതി ആഘോഷങ്ങളിൽ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും രാജീവ് രഞ്ജൻ സിംഗും പങ്കെടുത്തു. പിൻഗാമിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും രാജ്യം അതിനൊപ്പം നിൽക്കുമെന്നും കേന്ദ്രമന്ത്രിമാർ പറഞ്ഞു. That whatever decision taken by His Holiness the Dalai Lama, the established conventions and traditions, we will fully abide by it and we will follow the directions and the guidelines to be issued from the institution of the Dalai Lama. ലാമയ്ക്ക് ലോക നേതാക്കളും ആശംസകൾ നേർന്നു. ടിബറ്റുകാരുടെ മനുഷ്യാവകാശങ്ങളോടും അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളോടും ആദരവ് പ്രകടിപ്പിക്കാൻ US പ്രതിജ്ഞാബദ്ധമാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു. തായ്വാൻ പ്രസിഡന്റ് ലൈ ചിങ് ടെയുടെ സന്ദേശവും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമാണെന്ന് ചൈന നിരന്തരം അവകാശപ്പെടുകയും ആവശ്യമെങ്കിൽ സൈനിക നീക്കത്തിലൂടെ പിടിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യപ്പെടുന്ന പ്രദേശത്തിന്റെ മേധാവി എന്ന നിലയിലാണ് തായ്വാൻ പ്രസിഡന്റിന്റെ പ്രസ്താവന ചർച്ചയാകുന്നത്. ദക്ഷിണേന്ത്യയിൽ സ്വാധീനമുറപ്പിക്കാൻ ഇന്ത്യയും ചൈനയും ശ്രമിക്കുന്നതിനിടെയാണ് ടിബറ്റ് വിഷയം വീണ്ടും ചർച്ചയിൽ നിറയുന്നതെന്നും ശ്രദ്ധേയം. 1959 രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കുവൈറ്റിലും അറേബ്യൻ ഗൾഫ് മേഖലയിലും ആദ്യമായി ഒരു കന്നുകാലിയുടെ കരോട്ടിഡ് ധമനിയിൽ നിന്ന് നിർമ്മിച്ച ബയോഗ്രാഫ് ഉപയോഗിച്ച് നടത്തിയ ധമനി ബൈപ്പാസ് ശസ്ത്രക്രിയ വിജയകരം. 60 വയസ്സുള്ള രോഗിക്ക് കാലുകളിലെ രക്തയോട്ടം കുറയുന്ന ഗുരുതരമായ അവസ്ഥയ്ക്ക് ചികിത്സ നൽകാനായിരുന്നു ഈ ശസ്ത്രക്രിയയെന്ന് ജാബർ അൽ അഹമ്മദ് ആശുപത്രിയിലെ വാസ്കുലാർ സർജറി കൺസൾട്ടന്റ് ഡോക്ടർ അഹമ്മദ് അമീർ പറഞ്ഞു. രോഗിക്ക് കാലുകളിലെ ധമനികളിൽ കഠിനമായ ബ്ലോക്കുകളും കാൽസിഫിക്കേഷനുകളും ഉണ്ടായിരുന്നു. കൃത്രിമ ഗ്രാഫ്റ്റുകളോ രോഗിയുടെ ശരീരത്തിൽ നിന്നുള്ള സിരകളോ ലഭ്യമല്ലാത്തതിനാൽ ഒരു ബയോഗ്രാഫ് ഉപയോഗിച്ച് തുടയലിലെ ധമനിയിൽ നിന്ന് കാൽമുട്ടിലെ ധമനിയിലേക്ക് ഒരു ധമനി ബൈപ്പാസ് നടത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. ഉപയോഗിച്ച ബയോ പാച്ച് ഒരു പശുവിന്റെ കരോട്ടിഡ് ധമനിയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇരട്ട നികുതി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമമായ 2025 ഡിഗ്രി നിയമം 80-ാം നമ്പർ ഔദ്യോഗികമായി സൗദിയും കുവൈറ്റും പാസാക്കി. രാജ്യത്തെ നികുതി വെട്ടിപ്പും നികുതി ഒഴിവാക്കലും തടയുന്നതിനായാണ് ഇരട്ട നികുതി ഇരു രാജ്യങ്ങളും ഒഴിവാക്കിയത്. 2024 ഡിസംബർ 4-ന് റിയാദിൽ വെച്ചാണ് ഈ കരാറിൽ ഒപ്പുവെക്കുന്നത്. ഇന്ന് കുവൈറ്റ് അലിയാവമിലെ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടുകൂടി ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. കുവൈറ്റിനും സൗദി അറേബ്യയ്ക്കും ഇടയിലുള്ള സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുക എന്നതാണ് കരാറിന്റെ ലക്ഷ്യം. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മക്ക സെൻട്രൽ കമ്മിറ്റി IOC മക്ക ഹജ്ജ് സെൽ വോളണ്ടിയർമാർക്കായി സ്നേഹാദരവ് സംഗമം സംഘടിപ്പിച്ചു. മക്ക ഹുസൈനിയയിലെ സൗവാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് IOC സീനിയർ ലീഡറും മക്കയിലെ ജീവകാരുണ്യ പൊതുപ്രവർത്തകനുമായ ഷാനിയാസ് കുന്നിക്കോട് ഉദ്ഘാടനം ചെയ്തു. ഷാജി ചുനക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നൌഷാദ് തൊടുപുഴ സ്വാഗതം ആശംസിച്ചു. ജാവേദ് മിയാൻദാദ് മുഖ്യപ്രഭാഷണം നടത്തി. കടലിൽ പോകുന്നവരുടെ മീൻവലകൾക്ക് നിരന്തരം കേടുപാടുകൾ സംഭവിക്കുന്നത് മത്സ്യബന്ധന മേഖലയെ ആകെ ദുരിതത്തിലാക്കുകയാണ്. MC എൽസ 3 കപ്പലിന്റെ കണ്ടെയ്നർ അവശിഷ്ടങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിക്കുന്നത്. കൊച്ചി, തോപ്പുംപടി, മുനമ്പം മേഖലകളിൽ നിന്നും കടലിൽ പോയ നിരവധി വള്ളങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചത്. കൊച്ചി അഴിമുഖത്തിന് തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് വെച്ചാണ് വലകൾ കുരുങ്ങിയത്. MSC എൽസ 3 കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ വലകൾ കുരുങ്ങിയതാകാം അവ പൊട്ടിപ്പോകാൻ കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. 1-2 അല്ല, കൊച്ചിയിൽ തന്നെ 15ഓളം വള്ളങ്ങൾ ഇതേ പ്രശ്നം നേരിട്ടിട്ടുണ്ട്. കടലിൽ തടസ്സങ്ങളുള്ള ഇടങ്ങളെ സംബന്ധിച്ച് തൊഴിലാളികൾക്ക് നല്ല വ്യക്തതയുണ്ട്. ഈ ലിസ്റ്റിൽ പെടാത്ത സ്ഥലത്ത് വല വീശിയപ്പോഴാണ് അവ പൊട്ടിയത്.
ഹാർബറിൽ കൂട്ടമായിരുന്ന് വലകൾ തുന്നിച്ചേർത്ത് വീണ്ടും കടലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് തൊഴിലാളികൾ. വലകൾ നന്നാക്കുന്നതിന് നല്ല ചിലവ് വരും. തൊഴിൽ നഷ്ടം കൂടി കണക്കിലെടുക്കുമ്പോൾ പട്ടിണി കിടക്കേണ്ട ഗതികേടിലാണ് ഓരോരുത്തരും. 600 രൂപയിലധികമാണ് 1 കിലോ വലയുടെ വില. 500 കിലോയോളം വലയുണ്ടായാലേ ഓരോ വള്ളക്കാർക്കും ഇനി പണിക്ക് പോകാൻ സാധിക്കൂ. 2 ദിവസം പണിക്ക് പോയത് കൂടി 10 ലക്ഷം വർഷമുണ്ട്. ഇന്നും മിനിയാവുന്നേ കണ്ടിച്ച് ഞങ്ങളുടെ വല ഇന്നും കണ്ടിച്ച് 500 കിലോ വല ഞങ്ങൾ എടുത്തെടുത്ത് തികഞ്ഞിട്ടില്ല. 500 കിലോ എന്ന് പറഞ്ഞാൽ ഒരു കിലോ വലക്ക് 600 സംതിങ് ആണ് വില. പിന്നെ ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ദിവസം 1000 രൂപ, 1200, 1500 ഓരോരുത്തർ കൂലിക്കാരാണ് ഇരിക്കണത്. അപ്പോൾ ഒരു ദിവസം 50,000, 60,000, 70,000 രൂപ വലപ്പണിക്ക് നമുക്ക് ചിലവുണ്ട്. വല വേറെ. ഇത്ര തൊഴിലാളികളുടെ കുടുംബം പട്ടിണിയാണ്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണത്? കാരണം ഞങ്ങളുടെയൊക്കെ ചാകര കോളാണത്. ഒരു കൊല്ലം ജീവിക്കണത് ഈ ഒരു 2-3 മാസത്തിന് വേണ്ടിയാണ്. കപ്പൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ സർക്കാർ വേണ്ടത്ര താൽപ്പര്യം കാണിക്കുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. വലകൾ നഷ്ടപ്പെട്ടവർക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും കപ്പലപകട സ്കീമിൽ ഉൾപ്പെടുത്തി അടിയന്തര സഹായം നൽകണമെന്നതാണ് ഇവരുടെ ആവശ്യം. വലകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസിൽ തൊഴിലാളികൾ പരാതി നൽകിയിട്ടുമുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ഭാരതത്തിൽ ഗുരുവിനുള്ള പ്രാധാന്യം വ്യക്തമാക്കുന്ന ഗുരുപൂർണിമ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് താനൂർ മാതാ അമൃതാനന്ദമയി മഠം. ഈ മാസം 10-നാണ് ഗുരുപൂർണിമ. ഒട്ടേറെ ഭക്തർ താനൂർ മഠത്തിൽ നടന്ന ഗുരുപൂർണിമ ആഘോഷത്തിൽ പങ്കെടുത്തു. വ്യാസജയന്തി ദിനമാണ് ഗുരുപൂർണിമയായി ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ ഗുരുപൂർണിമ ആഘോഷങ്ങൾക്കായി വിവിധ അമൃതാനന്ദമയി മഠങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. താനൂർ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന ഗുരുപൂർണിമ ആഘോഷങ്ങളിൽ ഒട്ടേറെ ഭക്തരാണ് പങ്കെടുത്തത്. മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവിൽ നിന്ന് കിട്ടുന്ന മന്ത്രത്തെ ഉരുക്കഴിച്ച് അത് നിരന്തരം ജപിച്ച് നമ്മുടെ സ്വന്തമാക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ആ സന്യാസം എന്ന് പറയുന്ന ഉദാത്തമായ ഭാവത്തിലേക്ക് ഉണരുന്നത്. സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഒരു ചക്രവർത്തി പോലും ഗുരുവിന്റെ മുന്നിൽ തൊഴിൽ കൈകളോട് നിൽക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിനുള്ളത്. അതിനറിയാൻ ഗുരുവിന് എത്രമാത്രം പ്രാധാന്യമാണ് നമ്മുടെ ഈ സംസ്കാരം നൽകിയിട്ടുള്ളത് എന്ന്. ഗുരുപൂർണിമയുടെ ഭാഗമായി ഗുരുപാദുക പൂജ, മന്ത്രദീക്ഷാ സംഗമം, സുഹൃതഹോമം തുടങ്ങിയവയും നടന്നു. അമൃത ന്യൂസ്, മലപ്പുറം. സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലിറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35Bയുടെ തകരാർ പരിഹരിക്കുന്നതിനായുള്ള വിദഗ്ധ സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. 14 അംഗ വിദഗ്ധ സംഘത്തെ UK എയർബസ് 400M വിമാനത്തിലാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. അറബിക്കടലിലെ പരിശീലന പറക്കലിന്റെ ഭാഗമായി UK പ്രതിരോധ കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പറന്നുയർന്ന F-35B 5ാം തലമുറ യുദ്ധവിമാനം സാങ്കേതിക തകരാറിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം 14-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. UK-യിൽ നിന്നുള്ള വിദഗ്ധ സംഘമെത്തി യന്ത്ര തകരാറ് പരിഹരിക്കാൻ ആദ്യം ശ്രമം നടത്തിയെങ്കിലും കഴിയാത്തതിനെ തുടർന്നാണ് 14 വിദഗ്ധർ ഉൾപ്പെടെ 17 അംഗ UK സംഘം പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഒമാനിൽ നിന്നും പറന്നുയർന്ന UK എയർബസ് 400-ലാണ് സംഘം ഉച്ചയ്ക്ക് 12:40 തിരുവനന്തപുരത്ത് എത്തിയത്. തകരാറിലായ F-35B വിമാനത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തിയ ശേഷം അറ്റകുറ്റപ്പണികൾക്കായി വിമാനത്തെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർന്ന് UK എയർബസ് 400 വിമാനം തിരികെ ഒമാനിലേക്ക് മടങ്ങി. 14 അംഗ വിദഗ്ധ സംഘം അറ്റകുറ്റപ്പണികൾക്കായി തിരുവനന്തപുരത്ത് തുടരുകയാണ്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ UK-യുടെ 5ാം തലമുറ യുദ്ധവിമാനമായ F-35B യന്ത്ര തകരാറിനെ തുടർന്ന് ഇന്ത്യയിലിറക്കിയിട്ട് തിരികെ UK-യിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് UK-യിൽ വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരുന്നു. തുടർന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ ഇടപെടലിനെ തുടർന്നാണ് UK-യിൽ നിന്നുള്ള വിദഗ്ധ സംഘം അറ്റകുറ്റപ്പണികൾക്കായി തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അറ്റകുറ്റപ്പണി നടത്തി F-35B യുദ്ധവിമാനം പറത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് വിദഗ്ധ സംഘം നടത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലപ്പുറം കാളികാവിൽ ഭീതി പരത്തിയ നരഭോജി കടുവയെ പിടികൂടി. കരുവാരക്കുണ്ട് സമീപം സുൽത്താന എസ്റ്റേറ്റിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. അമരമ്പലം RRT ഓഫീസിലെത്തിച്ച കടുവയെ പിന്നീട് തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. സുൽത്താന എസ്റ്റേറ്റിന് സമീപം എസ് വളവിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. മെയ് 15-ന് കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ ഗഫൂർ എന്ന തോട്ടം തൊഴിലാളിയെ കടുവ കൊലപ്പെടുത്തിയിരുന്നു.
തുടർന്ന് നന്മ വകുപ്പിന്റെ നേതൃത്വത്തിൽ ദൗത്യം ആരംഭിച്ചു. 60 RT സംഘം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു ദൗത്യം. വിവിധയിടങ്ങളിലായി 50ഓളം ക്യാമറകളും കൂടുകളും സ്ഥാപിച്ചായിരുന്നു തിരച്ചിൽ. പലതവണ കടുവയെ ദൗത്യ സംഘവും തൊഴിലാളികളും കണ്ടിരുന്നുവെങ്കിലും പിടികൂടാനായിരുന്നില്ല. ഇതിനിടെ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂട്ടിൽ പുലി അകപ്പെട്ടിരുന്നു. ഒടുവിൽ ദൗത്യം തുടങ്ങി 53ാം നാളിലാണ് കടുവയെ കെണിയിൽപ്പെടുത്താനായത്. എന്നാൽ കടുവയെ വീണ്ടും കാട്ടിൽ വിടരുതെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇതിന് പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മാസങ്ങളായിട്ട് നമ്മൾ ഈ നാടിന് മുൾമുനയിൽ നിർത്തിയൊരു സാധനത്തിനെ കിട്ടിയില്ലേ. കടുവനെ ഇനി കൊണ്ടുപോയാല് ഇവിടുന്ന് അവരെവിടെ വിടുന്ന നമുക്കൊരു ഉറപ്പില്ല. അവർ കൃത്യമായിട്ട് എന്താണ് ചെയ്യുക എന്നില്ല കൃത്യമായിട്ട് രേഖാമൂലം തന്നാല് വിടുള്ളൂ എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനം. കടുവയെ കാട്ടിൽ വിടില്ലെന്ന് വനം വകുപ്പ് മന്ത്രി അറിയിച്ചു. അമരമ്പലത്തെ സൗത്ത് RRT ഓഫീസിലേക്ക് മാറ്റിയ കടുവയ്ക്ക് ഭക്ഷണവും പ്രാഥമിക പരിശോധനയും നടത്തി. സൈലന്റ് വാലി ഡാറ്റാബേസിൽ ഉൾപ്പെട്ടതാണ് 13 വയസ്സ് പ്രായം കണക്കാക്കുന്ന കടുവ. വേട്ടപ്പല്ലുകൾ നഷ്ടപ്പെട്ട കടുവയ്ക്ക് കാഴ്ചക്കുറവും നേരിയ പരുക്കുകളുമുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കായി കടുവയെ തൃശൂർ സുവോളജി പാർക്കിലേക്ക് മാറ്റി. കടുവയെ പിടികൂടാനായത് നാട്ടുകാർക്കും വനം വകുപ്പിനും വലിയ ആശ്വാസമാണ് നൽകുന്നത്. 1.5 മാസത്തിലേറെയായി കടുവാഭീതി കാരണം തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉപജീവനം പോലും മുടങ്ങിയ അവസ്ഥയിലായിരുന്നു. അമൃത ന്യൂസ്, മലപ്പുറം. പശ്ചിമ ബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്തും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അടുത്ത 5 ദിവസം ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എഡ്ജ്ബാസ്റ്റൺ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ഗംഭീര വിജയം. 337 റൺസിനാണ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത്. 3-ന് 72 റൺസ് എന്ന നിലയിൽ 5ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ട് 271 പുറത്തായി. 2ാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് വീഴ്ത്തിയ ആകാശ് ദീപാണ് ഇംഗ്ലണ്ടിന്റെ മുനയൊടിച്ചത്. 1ാം ഇന്നിംഗ്സിൽ താരം 4 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. മഴ മൂലം 1.5 മണിക്കൂർ വൈകിയാണ് മത്സരം ആരംഭിച്ചത്. 2ാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയോടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മുന്നിൽ നിന്ന് നയിക്കുകയും മറ്റു ബാറ്റർമാർ മികച്ച പിന്തുണ നൽകുകയും ചെയ്തപ്പോൾ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 608 റൺസ് വിജയലക്ഷ്യമാണ് ഇന്ത്യ ഇംഗ്ലണ്ടിന് മുന്നിൽ വെച്ചത്. ഇതോടെ പരമ്പരയിൽ ഓരോ വിജയവുമായി ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം എത്തി. ചരിത്രത്തിൽ ആദ്യമായാണ് എഡ്ജ്ബാസ്റ്റൺ ടെസ്റ്റിൽ ഇന്ത്യ ഒരു ടെസ്റ്റ് ജയിക്കുന്നത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 ഇന്നിംഗ്സുകളിലുമായി 1000 റൺസ് നേടുന്ന ടീമായി ഇന്ത്യൻ സംഘം. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിൽ 2 ഇന്നിംഗ്സിലുമായി 1014 റൺസാണ് ഇന്ത്യൻ ടീം അടിച്ചെടുത്തത്. 2004-ലെ സിഡ്നി ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ 916 റൺസ് അടിച്ചതായിരുന്നു ഇതിനു മുൻപത്തെ ഇന്ത്യയുടെ ഉയർന്ന സ്കോർ. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ടെസ്റ്റ് മത്സരത്തിൽ 1000 റൺസ് അടിച്ചെടുക്കുന്ന 5ാമത്തെ ടീമാണ് ഇന്ത്യ. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, പാകിസ്ഥാൻ ടീമുകൾ ഇതിനു മുൻപ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 2 ഇന്നിംഗ്സുകളിലായി 1000 റൺസ് എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മാത്രം 430 റൺസാണ് നേടിയത്. ആദ്യ ഇന്നിംഗ്സിൽ 269-ഉം 2ാം ഇന്നിംഗ്സിൽ 161 റൺസ് സ്വന്തമാക്കിയാണ് ഗിൽ 430 റൺസ് നേടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.